ചരിത്രമെന്നത് വിജയികൾ എഴുതുന്നതാണ്. എന്നാൽ 2026 മെയ് 4 തമിഴ്നാട്ടിൽ നടന്നത് ചരിത്രമെഴുത്തല്ല, മറിച്ച് ഒരു ചരിത്രത്തിൻ്റെ അന്ത്യമായിരുന്നു. 50 വർഷം, 5 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഇരുമ്പ് കോട്ടകൾ വെറും 10 മണിക്കൂർ കൊണ്ട് തകർന്നു വീണു. സൂര്യോദയത്തിൽ DMKയുടെ ഉദയസൂര്യൻ പ്രകാശിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഉച്ചയായപ്പോഴേക്കും കൊളത്തൂർ എന്ന മണ്ണിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പതറാൻ തുടങ്ങി. മറുവശത്ത് പണങ്കായൂരിലെ TVK ആസ്ഥാനത്ത് ഒരു പുതിയ സൂര്യൻ ഉദിക്കുകയായിരുന്നു. 108 സീറ്റുകൾ, ഒരു നവാഗത പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ വിജയം. പക്ഷേ ഇത് വെറുമൊരു രാഷ്ട്രീയ വിജയമാണോ, അതോ വിജയ് എന്ന മാന്ത്രികൻ സൃഷ്ടിച്ച ഒരു സ്പെഷ്യൽ ഫോർമുല? വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പെട്ടെന്നൊരു പ്രഭാതത്തിലല്ല. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം തൻ്റെ ഓരോ സിനിമയെയും ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയിരുന്നു. കത്തിയിലെ കർഷക പ്രശ്നങ്ങളും മെർസലിലെ GST പരാമർശങ്ങളും സർക്കാരിലെ വോട്ടിംഗ് അവകാശവും വെറും സിനിമാ ഡയലോഗുകളായിരുന്നില്ല. അവ കൃത്യമായി പ്ലാൻ ചെയ്ത രാഷ്ട്രീയ വിത്തുകളായിരുന്നു. ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്ന ഒരു കുഴந்தைய പെരിച്ചാലി കടിച്ച് ഇറന്നു പോறதுல நம்ம ஊர்ல மட்டும் தான். ஜனங்க நோயை பார்த்து பயப்படுறதை விட கவர்மெண்ட் ஹாஸ்பிட்டல்ஸை பார்த்து பயப்படுறாங்க. அந்த பயம்தான் பிரைவேட் ஹாஸ்பிட்டல்ஸோட இன்வெஸ்ட்மெண்ட். கடந்த 30 வருஷத்துல 12456 ஏரிகள் மூடப்பட்டிருக்கு, 27000க்கும் மேல குளங்கள் அழிக்கப்பட்டிருக்கு, 7 ஆறுகள் மூடப்பட்டிருக்கு, 1,67,512 ஏக்கர் விவசாய நிலம் அழிக்கப்பட்டிருக்கு. இன்னைக்கு என்ன நாள்? தமிழ்நாடு சட்டசபை தேர்தல் நாள், எலெக்ஷன் டே. எல்லாரும் ஓட்டு போட்டீங்களா? நான் என்னோட വോട്ട് പോടുறதுக்காக വന്നിരിക്കാൻ. ലിയോയിലെയും ഗോട്ട്ലെയും അവസാന നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ അദ്ദേഹം തൻ്റെ ആരാധകർക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ടായിരുന്നു: ഞാൻ വരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ പരീക്ഷണം പൂർത്തിയാക്കി ഫലം കാത്തിരിക്കുന്നത് പോലെ വിജയ് തൻ്റെ ഓരോ മൂവി റിലീസിനെയും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റി. സിനിമയിലെ നായകൻ രാഷ്ട്രീയത്തിലെ നായകനായി പരിണമിച്ച ആ എവല്യൂഷനാണ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ഒരു കുഴந்தை ഉരുവാകുறதுக்கு 10 മാസം, ഒരു പട്ടധാരി ഉരുവാകുறதுக்கு 3 വർഷം, ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഉരുവാകുறதுக்கு 4-5 വർഷം. ആനാ ഒരു തലവൻ ഉരുവാകുறதுக்கு ഒരു യുഗമേ തേവപ്പെടുது. വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ വിജയ് ഒരു സന്നദ്ധ സേവന പ്രസ്ഥാനമായിട്ടാണ് ആദ്യം വളർത്തിയത്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുക, സൗജന്യ ഭക്ഷണശാലകൾ, വിജയ് അപ്പകം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത സേവനങ്ങളാണെന്ന് ലോകം കരുതി. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ വിജയ് അവിടെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ കാഡ്രെ സൃഷ്ടിക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്തത്ര വേഗത്തിൽ ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും വിജയിയുടെ ആൾക്കാരെത്തി. രക്തദാനത്തിന്റെ കാര്യത്തിൽ വിജയ് ആരാധകർ തമിഴ്നാട്ടിൽ 1-ാം സ്ഥാനത്താണ്. ഒരു തുള്ളി രക്തം നൽകുന്ന ആരാധകൻ തൻ്റെ നേതാവിനു വേണ്ടി വോട്ട് നൽകാൻ മടിക്കില്ലെന്ന് വിജയ്ക്ക് അറിയാമായിരുന്നു. ഇത് വെറുമൊരു ഫാൻസ് അസോസിയേഷൻ അല്ല, മറിച്ച് അച്ചടക്കമുള്ള ഒരു പട്ടാളമാണ് എന്ന് ഓരോ പ്രവർത്തനത്തിലൂടെയും അദ്ദേഹം തെളിയിച്ചു. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ പാർട്ടിയുടെ താഴേക്കിടയിലുള്ള പ്രവർത്തകരായി മാറി. വിജയിന്റെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെ കനൽ വഴികൾ അവഗണിക്കാനാവില്ല. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ തളർത്താൻ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമായിരുന്നു. സംഗീതയുമായുള്ള വിവാഹമോചന വാർത്തകളും തൃഷയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ടു. എന്നാൽ ഇവിടെയാണ് വിജയിലെ സ്റ്റോയിക് വ്യക്തിത്വം നാം കാണുന്നത്. ആരോപണങ്ങൾ കൊടുങ്കാറ്റായി വീശിയപ്പോഴും അദ്ദേഹം നിശബ്ദനായിരുന്നു. ഒരു ശാസ്ത്രീയ വീക്ഷണകോണിൽ നോക്കിയാൽ ഒരു നേതാവ് തൻ്റെ ഇമേജിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത് വെറുമൊരു വാക്കല്ല, അത് വിജയിൻ്റെ ആയുധമായിരുന്നു. തൻ്റെ വേദനകളെയും വിവാദങ്ങളെയും അദ്ദേഹം വോട്ടുകളാക്കി മാറ്റി. തൃഷയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലൂടെയാണ്. ജനങ്ങൾ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതമല്ല, മറിച്ച് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളായിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയമെന്നും ഒരു മാന്ത്രിക ലോകമാണ്. അവിടെ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ദൃശ്യങ്ങളിലെ മാസ്മരികതയെയാണ്. MGRും ജയലളിതയും വെള്ളിത്തിരയിൽ സൃഷ്ടിച്ച ആ രസതന്ത്രം പിന്നീട് തമിഴ്നാടിൻ്റെ ഭരണസിംഹാസനത്തെ തന്നെ നിയന്ത്രിച്ചു. വിജയ് തൃഷ ഗോസിപ്പുകളെ
വിജയ് ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിച്ചോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയവും മനഃശാസ്ത്രപരവുമായ ഉത്തരങ്ങളുണ്ട്. വിജയ് തന്റെ സിനിമകളിലൂടെ ഈ കെമിസ്ട്രിയെ ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ. മിക്ക രാഷ്ട്രീയക്കാരും ഗോസിപ്പുകളെ ഭയപ്പെടുമ്പോൾ വിജയ് അവിടെ ഒരു വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. തൃഷയുമായുള്ള വാർത്തകൾ പരന്നപ്പോഴും അദ്ദേഹം അത് നിഷേധിക്കാൻ പോയില്ല. പകരം ആ വാർത്തകൾക്ക് ചുറ്റുമുള്ള മിസ്റ്ററി നിലനിർത്താൻ അദ്ദേഹം അനുവദിച്ചു. സിനിമയിൽ തൃഷയോടൊപ്പം നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ റോയൽ ലുക്ക് വോട്ടർമാരുടെ ഉപബോധ മനസ്സിൽ MGRനെയും ജയലളിതയെയും ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ നോസ്റ്റാൾജിയയെ തട്ടിയുണർത്തുന്ന ഒരു ശാസ്ത്രീയ തന്ത്രമായിരുന്നു അതെന്ന് കരുതാവുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം കോടികൾ വിലയുള്ള കാറുകൾ ഗാരേജിലിരിക്കെ തമിഴകത്തിന്റെ ദളപതി ഒരു സാധാരണ ചുവന്ന സൈക്കിളിൽ വോട്ട് ചെയ്യാനിറങ്ങുന്നു. ലോകം മുഴുവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ സൈക്കിളിന്റെ നിറം ചുവപ്പും കറുപ്പുമായിരുന്നു. ഇതൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പെട്രോൾ വില വർധനവിനോടുള്ള തന്റെ പ്രതിഷേധം ഒരു വാക്കുപോലും സംസാരിക്കാതെ അദ്ദേഹം ലോകത്തെ അറിയിച്ചു. MGR തന്റെ സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതുപോലെ വിജയ് തന്റെ ജീവിതത്തിലൂടെ ആ പ്രശ്നത്തെ ഏറ്റെടുത്തു. വോട്ട് ചെയ്യാൻ പോകുന്ന വഴിയിൽ പോലും രാഷ്ട്രീയം പറയാമെന്ന് അദ്ദേഹം തെളിയിച്ചു. എമ്പുരാനിൽ ബൈജുവിന്റെ കഥാപാത്രം മഞ്ജു വാര്യരെ നോക്കി പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്. അവരുടെ കാർ, അവരുടെ വേഷം. ബൈജു പറയുന്നു, ഒരു നേതാവ് വരുമ്പോൾ അണികൾക്ക് ഒരു രോമാഞ്ചമുണ്ടാകണം. വിജയ് തന്റെ ഓരോ പബ്ലിക് അപ്പിയറൻസിലും ആ രോമാഞ്ചം നിലനിർത്തി. വിജയ് തന്റെ കാറിൽ നിന്നിറങ്ങുന്ന ആ നിമിഷം ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകളിൽ ഒരു മിന്നൽ പിണർ പടരും. വ്യക്തിപരമായ തകർച്ചകളെ വെണ്ണീറാക്കുന്ന ആത്മവിശ്വാസത്തോടെ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുമ്പോൾ ജനങ്ങൾ കണ്ടത് തങ്ങളെ നയിക്കാൻ കെൽപ്പുള്ള ഒരു കരുത്തനെയാണ്. സ്റ്റാലിൻ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ വിജയ് സ്റ്റേജിലേക്ക് നടന്നു വരുമ്പോൾ ജനങ്ങൾ ആവേശത്താൽ ആർപ്പുവിളിച്ചു. തമിഴ്നാട് എന്നത് സിനിമയും രാഷ്ട്രീയവും ഒരേ ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്ന മണ്ണാണ്. ഇവിടെ വെള്ളിത്തിരയിലെ ദൃശ്യങ്ങൾ പലപ്പോഴും അധികാരത്തിന്റെ ഇടനാഴികളിലെ യാഥാർത്ഥ്യങ്ങളായി മാറാറുണ്ട്. ആ ലോകത്ത് രണ്ട് മഹാശക്തികൾ നേർക്കുനേർ നിന്ന ഒരു അധ്യായമുണ്ടായിരുന്നു. ഒരു വശത്ത് ജയലളിത, ഇരുമ്പ് പോലെയുള്ള മനക്കരുത്ത്, കർശനമായ നിയന്ത്രണം, അധികാരമെന്നത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത അയൺ ലേഡി. മറുഭാഗത്ത് വിജയ്, സ്ക്രീനിൽ മാത്രമല്ല കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയമിടിപ്പായി വളർന്നുകൊണ്ടിരുന്ന ഒരു ശക്തി. എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ ഒരു സിനിമ ആ നിശബ്ദതയെ ഭേദിച്ചു. തലൈവ. ആ സിനിമയുടെ ടാഗ്ലൈൻ വെറുമൊരു വാക്കല്ലായിരുന്നു, ടൈം ടു ലീഡ്. ചിലർക്കത് സിനിമാ പ്രൊമോഷനായി തോന്നി. എന്നാൽ ജയലളിത എന്ന ഭരണാധികാരിക്ക് അതൊരു പ്രഖ്യാപനമായിരുന്നു. ഒരു പുതിയ നേതാവിന്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. പിന്നീട് സംഭവിച്ചത് രാഷ്ട്രീയ ചരിത്രമാണ്. ചിത്രത്തിന്റെ റിലീസ് തടസ്സപ്പെട്ടു. തിയേറ്ററുകൾക്ക് മുന്നിൽ അദൃശ്യമായ സമ്മർദ്ദം പടർന്നു. ഭീഷണികളുടെ നിശബ്ദതയിൽ തമിഴ്നാട് വിറച്ചു നിൽക്കെ ലോകമെമ്പാടും ആ സിനിമ പ്രദർശിപ്പിച്ചു. പക്ഷേ അതിന്റെ സ്വന്തം നാട്ടിൽ അത് പുറത്തിറക്കാൻ ഭരണകൂടം അനുവദിച്ചില്ല. പ്രശ്നം പരിഹരിക്കാൻ വിജയ് നേരിട്ട് ശ്രമിച്ചു. അദ്ദേഹം എത്തിയത് അധികാരത്തിന്റെ വാതിൽക്കലായിരുന്നു. പക്ഷേ ആ വാതിൽ തുറന്നില്ല. കൂടിക്കാഴ്ച നടന്നില്ല. ഒരു നേതാവ് ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ നിൽക്കണം എന്ന് ജയലളിതയിൽ നിന്ന് വിജയ് കണ്ടുപഠിച്ചത് ഒരുപക്ഷെ ഈ അവഗണനകളിൽ നിന്നാകാം. അവിടെ ഈ കഥ ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. ഇത് വെറുമൊരു സിനിമയുടെ പ്രശ്നമായിരുന്നില്ല. ഇത് സർക്കാർ അധികാരവും ജനപ്രീതിയുടെ ശക്തിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരുന്നു. അവസാനം ചിത്രം പുറത്തിറങ്ങി. പക്ഷേ അതിനുശേഷം ഒരു സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. സിനിമ ഇനി വെറും വിനോദമല്ല, അതൊരു സന്ദേശമാണ്, അതൊരു ശക്തിയാണ്. അധികാരത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള ദൂരം വിജയ് അളന്നു തുടങ്ങിയ നിമിഷമായിരുന്നിരിക്കാം അത്. തണൈവ റിലീസായ 2013 ഒരു അവാർഡ് ഫംഗ്ഷനിൽ രജനികാന്ത്, അജിത്, സൂര്യ, കാർത്തി, വിക്രം, സിമ്രാൻ എന്നിങ്ങനെ എല്ലാ നായക നടന്മാർക്കും നടിമാർക്കും പേരെഴുതിയ സീറ്റുകൾ അലോട്ട് ചെയ്തപ്പോൾ വിജയ്ക്ക് മാത്രം സീറ്റ് നൽകാതിരുന്നതും അദ്ദേഹം എല്ലാവർക്കുമിടയിൽ ഓർഡിനറി സീറ്റിൽ പോയിരുന്നതും വിജയ് എന്ന ഒരു വ്യക്തിക്ക് മാത്രമുണ്ടായ ഇൻസൾട്ട് ആയിരുന്നില്ല.
വിജയ് എന്ന ബിംബത്തെ മനസ്സിലെത്തിയ ഒരാളും ഇന്നും അത് മറന്നിട്ടുണ്ടാവില്ല. ആ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിജയുടെ തൊട്ടടുത്ത സീറ്റിൽ വിജയ്ക്ക് കൂട്ടായി പോയിരുന്ന ചിയാൻ വിക്രം ഇന്നും വിജയ് ആരാധകരുടെ സ്നേഹത്തിന് പാത്രമാണ്. പിന്നീട് അങ്ങനെയൊരു രാഷ്ട്രീയ യുദ്ധം വീണ്ടുമുണ്ടായി. 2018 സർക്കാർ പുറത്തിറങ്ങിയപ്പോൾ സൗജന്യങ്ങളെ വിമർശിച്ച വിജയിനെതിരെ സ്റ്റാലിന്റെ DMK തെരുവിലിറങ്ങി. സ്റ്റാലിൻ എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ വിജയ് നിശബ്ദത പാലിച്ചു. സ്റ്റാലിൻ ഒരു പാഠപുസ്തകമാണെങ്കിൽ വിജയ് ഒരു പരീക്ഷണമാണ്. പാരമ്പര്യത്തെയും കുടുംബ മഹിമയെയും വിജയ് നേരിട്ടത് ആസൂത്രിതമായ ഇമേജ് മാനേജ്മെന്റും ഡാറ്റ അനാലിസിസും കൊണ്ടാണ്. സ്റ്റാലിൻ വോട്ട് ചോദിക്കുമ്പോൾ വിജയ് ജനങ്ങളുടെ വികാരം ചോദിച്ചു. 2026 മെയ് 4 ഫലം പുറത്തു വന്നപ്പോൾ ലോകം കണ്ടത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുതിയ തിരക്കഥയാണ്. അവിടെ നായകൻ വിജയ് മാത്രമായിരുന്നു. MK സ്റ്റാലിൻ ഒരു പരാജയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നോ? ഒരിക്കലുമല്ല. കണക്കുകൾ പരിശോധിച്ചാൽ സ്റ്റാലിന്റെ ഭരണം തമിഴ്നാടിന് ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്നിട്ടും 2026 മെയ് 4 തമിഴ്നാട് ആ പാരമ്പര്യത്തെ കൈവിട്ട് വിജയിയെ പുണർന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ എക്സ് ഫാക്ടർ നമ്മൾ തിരയേണ്ടത്. സ്റ്റാലിന്റെ ഭരണം ചില വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. സൗജന്യ ബസ് യാത്ര. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത് വലിയൊരു സാമൂഹിക മാറ്റമായിരുന്നു. നിങ്ങൾ നലമ. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനുള്ള സംവിധാനം. വ്യവസായ നിക്ഷേപം. തമിഴ്നാട്ടിലേക്ക് വലിയ തോതിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ സ്റ്റാലിൻ വിജയിച്ചു. പ്രഭാത ഭക്ഷണ പദ്ധതി. സ്കൂൾ കുട്ടികൾക്കായി അദ്ദേഹം നടപ്പിലാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതി ലോകശ്രദ്ധ നേടിയിരുന്നു. സ്റ്റാലിൻ നല്ല ഭരണാധികാരിയായിരുന്നു, പക്ഷേ വിജയ് ഒരു വികാരമായിരുന്നു. ഒരു സിസ്റ്റം എത്ര കൃത്യമായി പ്രവർത്തിച്ചാലും ജനങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ രോമാഞ്ചത്തിനു വേണ്ടി ദാഹിക്കും. സ്റ്റാലിന്റെ നേട്ടങ്ങൾ ഭരണപരമായ കൃത്യതയായിരുന്നു, എന്നാൽ വിജയ് നൽകിയത് ഒരു പുതിയ കാലത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആന്റി ഇൻകംബൻസി എന്നതിനേക്കാൾ ഉപരിയായി തമിഴ്നാട്ടിലുണ്ടായത് ആസ്പിരേഷൻ ഫോർ ചേഞ്ച് ആണ്. യുവാക്കൾക്ക് സ്റ്റാലിന്റെ പദ്ധതികൾ ഉപകാരപ്രദമായിരുന്നെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ വിജയുടെ ആധുനിക കാഴ്ചപ്പാടുകൾക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. സ്റ്റാലിന്റെ ഭരണത്തിന് പിന്നിൽ കരുണാനിധി കുടുംബത്തിന്റെ വലിയൊരു നിഴലുണ്ടായിരുന്നു. ഇത് പുതിയ തലമുറയ്ക്ക് അല്പം മടുപ്പുളവാക്കി. ഉദയനിധി സ്റ്റാലിന്റെ വളർച്ച പലരിലും കുടുംബഭരണം എന്ന തോന്നലുണ്ടാക്കി. ഇവിടെയാണ് വിജയ് തന്റെ എൻട്രി നടത്തുന്നത്. തനിക്ക് പിന്നിൽ വലിയ കുടുംബപ്പേരുകളില്ലെന്നും താൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നവനാണെന്നും നേരിട്ട് പറയാതെ തന്നെ താനെ പ്രവൃത്തികളിലൂടെ ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. ഇതിലൂടെ വിജയ് തമിഴകത്തിന് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വാഗ്ദാനം ചെയ്തു. വിജയ് ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാടിനെ $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനാണ്. ഇതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഡിജിറ്റൽ ഇക്കോണമി പ്ലാൻ ഓരോ ഗ്രാമത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. സ്റ്റാലിന്റെ പാരമ്പര്യ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടെക്നോളജി ഉപയോഗിച്ച് അഴിമതി ഇല്ലാതാക്കി സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് വിജയ് പ്ലാൻ ചെയ്യുന്നത്. സ്ത്രീ വോട്ടർമാരെ വിജയിലേക്ക് അടുപ്പിച്ച ഏറ്റവും വലിയ മാഗ്നറ്റ് ഈ വാഗ്ദാനമായിരുന്നു. പ്രതിമാസം 2500 രൂപ, കുടുംബനാഥമാർക്കുള്ള സാമ്പത്തിക സഹായം, വിവാഹ സഹായം, 8 ഗ്രാം സ്വർണവും പട്ടുസാരിയും, വർഷത്തിൽ 6 LPG സിലിണ്ടറുകൾ സൗജന്യം. ഇതൊരു സൗജന്യമല്ല, മറിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കാനുള്ള നിക്ഷേപമാണെന്ന് വിജയ് സമർത്ഥിച്ചു. കൂടാതെ യുവാക്കൾക്ക് വേണ്ടി തമിഴ്നാടിന് പ്രത്യേക വിദ്യാഭ്യാസ നയം, കൃത്യമായ ഇടവേളകളിൽ സർക്കാർ ജോലി നിയമനങ്ങൾ, സൗജന്യ സ്കിൽ ഡെവലപ്മെന്റ്, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ യുവാക്കൾക്ക് പരിശീലനം. സ്റ്റാലിൻ ഒരു മുതിർന്ന നേതാവിനെ പോലെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നാൽ വിജയ് തന്റെ സിനിമകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒരു വിപ്ലവകാരിയുടെ പരിവേഷം നിലനിർത്തി. ജനങ്ങൾ ആഗ്രഹിച്ചത് വെറുമൊരു മുഖ്യമന്ത്രിയെയല്ല, മറിച്ച് തങ്ങളെ ലോകത്തിനു മുന്നിൽ നയിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ഹീറോയെയായിരുന്നു. സ്റ്റാലിന്റെ പദ്ധതികൾ ഗുണഭോക്താക്കളെ സൃഷ്ടിച്ചപ്പോൾ
വിജയിന്റെ പ്രവർത്തനങ്ങൾ അനുയായികളെ സൃഷ്ടിച്ചു. വിജയ് എന്ന വ്യക്തി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സിനിമയിലെ നായകൻ രാഷ്ട്രീയത്തിലെ നായകനായി പരിണമിച്ച ആ എവല്യൂഷൻ പൂർണ്ണമാകുന്നത് നമുക്ക് കാണാം.